അപ്പോൾ മക്കളെ, നമ്മുടെ മൂന്നാർ വ്ളോഗിൻ്റെ പാർട്ട് 2 ആണിത്. അപ്പം ഞങ്ങൾ വട്ടവടയായിരുന്നു. അപ്പം വട്ടവടയെല്ലാം കണ്ട് രാവിലെ അവിടുന്ന് തിരിക്കാമെന്നൊക്കെ ഓർത്തു. വട്ടവടയുടെ വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഞങ്ങൾ കുറച്ച് താമസിച്ച് പോയി വീഡിയോ എടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്തു പോരുന്ന വഴി അവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്. വട്ടവടയിൽ നിന്ന് അല്ല, നമ്മൾ മൂന്നാറിലോട്ട് ഇറങ്ങി വരുന്നതിൻ്റെ അവിടെ ഒരു കാറും ഒരു ട്രാവലറുമായിട്ട്. കാറിൻ്റെ ഫ്രണ്ട് അങ്ങനെയാണ് ഇരിക്കണേ. ട്രാവലറിൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പതുക്കെ വന്നുകൊണ്ടിരുന്നത്. ഫ്രണ്ടിൽ കുറേ വണ്ടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പതുക്കെ അനങ്ങി ആണ് വന്നുകൊണ്ടിരുന്നത്. പറയാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ മൂന്നാറൊക്കെ എത്തിയപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ വണ്ടി ഒതുക്കിയിട്ട് മഴയത്ത് കയറി നിന്ന് മഴയൊക്കെ എൻജോയ് ചെയ്ത്. പിന്നെ ഞങ്ങൾ മഴ കാരണം കോട്ടും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങൾ 4 പേരുടെയും കയ്യിൽ. ഞങ്ങൾ കോട്ടൊക്കെ എടുത്തിട്ട് എല്ലാം സെറ്റായി നിന്നിട്ട് മഴ തോരുന്നത് നോക്കി നിന്ന്. എന്നിട്ട് മഴയൊന്നും കുറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ കുറേ നേരം നിന്ന്. അത് കഴിഞ്ഞ് ഞങ്ങളെ വണ്ടിയെല്ലാം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിൽപ്പുണ്ട് അവൻ. മഴ കാരണം താമസിച്ചാണ് വന്നത്. ചെയിൻ ലൂബ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു അവൻ. അങ്ങനെ ഞങ്ങൾ മഴ ഒരു കുറച്ചായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വണ്ടി എടുത്ത് അവിടുന്ന് മാറി. ഞങ്ങൾ പടുതയിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും പടുതയൊക്കെ ഇട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഫ്രണ്ടിൽ പോകുന്ന ഏതും അതിലുമാണ് പോണത്. ഞാനും അച്ചുവും ബാക്കിലുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങ് ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വേറെ 3 പേരെയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റേ മൂന്നാർ പോയിട്ടുള്ളവർക്കറിയാം, ടോളിൻ്റെയൊക്കെ അവിടെ ആ ഭാഗത്ത് ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു ഭാഗത്ത് അവന്മാർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞങ്ങളും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അങ്ങനെ ഞങ്ങൾ ഇത് അവന്മാരെടുത്ത് തന്ന വീഡിയോ കേട്ടോ. അപ്പം വേറെ ക്ലിപ്പിൻ്റെ ഒരു ഇത് കാരണം ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തതാണ്. അങ്ങനെ ഒരു റീലും ആയിട്ടുണ്ട്. ഈ സാധനം ഞാൻ റീലിട്ടിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഷോർട്സ് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് ഇടുമ്പം കോപ്പിറൈറ്റ് കിട്ടുമല്ലോ. അങ്ങനത്തെ വിഷയം ഉള്ളതുകൊണ്ട് ഞാൻ കോപ്പിറൈറ്റിന് ഷോർട്സ് ഇടാൻ നിന്നില്ല. അങ്ങനെ ഞങ്ങൾ മൊത്തം 4 വണ്ടി ഉണ്ടായിരുന്നു. തിരിച്ച് കട്ടപ്പന വീട് വരെ. അപ്പം എന്നെ കൊണ്ട് അവന്മാർ വീട്ടിലിറക്കിയിട്ട് അവന്മാർ നേരെ അവിടെ നിന്ന് പോയി. അപ്പം ഞങ്ങൾ ഇറങ്ങി വന്ന വഴിക്ക് മൂന്നാർ ഞങ്ങൾ വണ്ടി നിർത്തി. അങ്ങനെ ഇതാണ് അച്ചു അപ്പുറത്ത് നിൽക്കുന്ന ഈദുൽ ഷാ. അവന്മാരെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. അമൽ വീഡിയോ എടുക്കുന്നുണ്ട് അവൻ്റെ വണ്ടിയുടെ. ഞങ്ങൾ 4 വണ്ടിയും ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അവിടെ കൊണ്ട് വണ്ടി വെച്ചപ്പം ഇരിക്കുന്ന നീല V3 ഉണ്ട്. അത് എൻ്റെ കയ്യിൽ നിന്നും മറിഞ്ഞ് സ്റ്റാൻഡേ വെച്ചതാ, സ്റ്റാൻഡ് തെന്നിപ്പോയി. അങ്ങനെ പിന്നെ വണ്ടിയൊക്കെ എടുത്ത് നിർത്തി വെച്ച് ഫോട്ടോ എടുപ്പും വീഡിയോഗ്രാഫിയൊക്കെ ആയിട്ട് ഞങ്ങളവിടെ നിന്നു. അതിൽ അച്ചു പാവപ്പെട്ടവൻ മുഖം കാണിക്കാനെന്നൊക്കെ പറഞ്ഞ് മുഖം കാണിച്ചിട്ട് തെറിയ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് ഞങ്ങൾക്ക് വേറെ എവിടെയൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ സമയത്തിൻ്റെ ഒരു ഇത് കാരണം അവന്മാർക്ക് എറണാകുളം ചെല്ലണം. കണ്ടോ കോട ഇറങ്ങി വ്യൂ കണ്ടോ നിങ്ങൾ? ഇതാണ് മക്കളെ വ്യൂ. നിങ്ങളൊന്ന് പോയി കാണ്. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞൊരു ഇതാകുന്നില്ല. ബട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഫ്രണ്ടിൽ പോകുന്നുണ്ട്, അച്ചു പോകുന്നുണ്ട്. അച്ചുവിന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. കണ്ടോ കോട ഇറങ്ങി വരുന്നത് കണ്ടോ നിങ്ങൾ? അങ്ങനെ പിന്നെ എന്നെ അവന്മാർ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവന്മാർ നേരെ അവന്മാർക്ക് 2 പേർക്കും ട്രിവാൻഡ്രം പോകേണ്ടതാണ്. ഒരു MD 200. അവന്മാർ ട്രിവാൻഡ്രം പോകണം. പിന്നെ ഇവന്മാർക്ക് 2 പേർക്കും എറണാകുളം പോകണം. അങ്ങനെ എന്നെ വീട്ടിൽ കൊണ്ട് ചാടിച്ചിട്ട് അവന്മാർ നേരെ വിട്ടായിരുന്നു. പിന്നെ യദുവിന് മുണ്ടക്കയം ചെല്ലണം. അങ്ങനെ ഞങ്ങൾ വീഡിയോഗ്രാഫിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു, റീലെടുക്കുന്നു. അപ്പം വഴി കൂടെ പോകുന്നു. മഞ്ഞ് കാരണം ഒരു രക്ഷയില്ല. അപ്പം അത്യാവശ്യമല്ല, നല്ല രീതിക്ക് കോട ഇറങ്ങുന്ന ടൈമായിരുന്നു. സമയം ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണിയോ അതെങ്ങാണ്ടാണ് സമയം. ആ സമയത്ത് ഇതുപോലെ കോട ഇറങ്ങണമെങ്കിൽ അവിടെയൊക്കെ പറ്റുള്ളൂ. നിങ്ങളൊന്ന് പോയി നോക്ക്. മൂന്നാർ പോയിട്ടില്ലാത്തവരാണ് വ്ളോഗ് കാണുന്നതെങ്കിൽ പോയി നോക്ക്. അങ്ങനെ ഞങ്ങളവിടെ കോടയുടെ വ്യൂ കണ്ട് അവിടെ നിർത്തി വണ്ടി എടുത്തുകൊണ്ടിറങ്ങിയതാണിത്. ഞാനുണ്ട് അതിൽ ഫ്രണ്ടിൽ പോണ്, ഞാൻ പുറകെ വരുന്നത്. പുറകിലൊരു ടവേര വരുന്നുണ്ട. ഞങ്ങൾ റീലെടുത്തപ്പോൾ ടവേരക്കാരൻ കുളവാക്കി തന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റീല്. അപ്പം ഇതിനകത്ത് ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ടവേരക്കാരൻ ബാക്കിൽ കൂടെ വന്ന് ഞങ്ങളുടെ വ്യൂ സ്റ്റോൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വണ്ടിക്ക് പകരം അങ്ങേരെ വണ്ടി കയറി. പക്ഷെ കൊള്ളാം, ആ വ്യൂ നൈസാണ്. ആ ടവേര കയറി വരുന്നത് കണ്ടോ? ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണും ടവേര കയറി വരുന്നത് കണ്ടോ? ടവേര ഇതാണ് വ്യൂ സ്റ്റോളിങ്. അപ്പം ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ഗൈസ്.